ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ബാങ്കിംഗ് മേഖലയിലെ ഒരു തൊഴിലവസരവുമായിട്ടാണ്. നമ്മുടെ IDBI ബാങ്കിൽ ഇപ്പോൾ ഏകദേശം 1000-ഓളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനായിട്ടാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. സെയിൽസ് ആൻഡ് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റിലെ എക്സിക്യൂട്ടീവ് പോസ്റ്റിലായിട്ടാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ് അവർ ചോദിക്കുന്ന യോഗ്യതകൾ, ഏജ് ലിമിറ്റ് എന്താണ്, ഇത് സ്ഥിര നിയമനമാണോ, മുതൽ ഇതിൻ്റെ ഒരു സാലറി സ്കെയിൽ, പാക്കേജ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് എന്തൊക്കെയാണ് ഇതിനായി പഠിക്കേണ്ടത്, എവിടെ വെച്ചാണ് ഇതിൻ്റെ എക്സാംസ് മുതലായ എല്ലാ കാര്യങ്ങളും അവരുടെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ യൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു, സെയിൽസ് ആൻഡ് ഓപ്പറേഷൻസ് പൊസിഷനിലേക്ക് എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിലായിട്ടാണ് അവർ അപേക്ഷ ക്ഷണിക്കുന്നത്. ഇതിൽ ഓൺ കോൺട്രാക്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു കോൺട്രാക്റ്റിലാണ് എന്ന് കരുതി ഇതിലേക്ക് അപേക്ഷിക്കാതെ ഇരിക്കരുത്. കാരണം കോൺട്രാക്റ്റിൽ വരുന്നത് ആദ്യത്തെ 2 വർഷം മാത്രമാണ്. ആ 2 വർഷം സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പെർമനന്റ് നിയമനമാണ് ലഭിക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ പറഞ്ഞ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരാം. 1000 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജനറൽ കാൻഡിഡേറ്റ്സിന് 448 ഒഴിവുണ്ട്, ST കാൻഡിഡേറ്റ്സിന് 94, ഷെഡ്യൂൾ കാസ്റ്റ് കാൻഡിഡേറ്റ്സിന് 127, OBC കാൻഡിഡേറ്റ്സിന് 231, EWS എക്കോണമിക്കലി വീക്കർ സെക്ഷൻ കാൻഡിഡേറ്റ്സിന് 100 എന്നിങ്ങനെയാണ് റിസർവേഷൻ വന്നിട്ടുള്ളത്. അങ്ങനെ ആകെ മൊത്തം 1000 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഈ നവംബർ 7 തൊട്ട് നവംബർ 16 വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇതിൻ്റെ എക്സാം ഡേറ്റ് നമ്മുടെ മറ്റ് സർക്കാർ എക്സാംസ് പോലെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ എക്സാംസ് ഒക്കെ ഓൾറെഡി ഷെഡ്യൂൾഡ് ആണ്. റിസൾട്ടും പെട്ടെന്ന് വരും. അതായത് വൺസ് നിങ്ങൾ ഈ ഒരു എക്സാം കഴിഞ്ഞാൽ സെലക്ഷൻ കാര്യങ്ങൾ പെട്ടെന്നായിരിക്കും. പെട്ടെന്ന് തന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ കയറാനും സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഓൺലൈൻ ടെസ്റ്റ് ഓൾറെഡി ഷെഡ്യൂൾഡ് ആണ്. ഈ വരുന്ന ഡിസംബർ 1-നാണ് അതിൻ്റെ ഒരു എക്സാം വരുന്നത്. ഇനി എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഏജ് 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതിന് കൂടുതലുള്ള കാൻഡിഡേറ്റ്സ് നിങ്ങൾ സംവരണ വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC നോൺ ക്രീമി ലെയർ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 3 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി SC ST കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിൽ 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആണ്. ഏതെങ്കിലും ഒരു അതായത് അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു അഫിലിയേറ്റഡ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഇന്ന ഡിഗ്രി തന്നെ വേണമെന്ന് പറയുന്നില്ല. ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ 2 വർഷം ഞാൻ പറഞ്ഞു കോൺട്രാക്റ്റിലായിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിയമനം ലഭിക്കുക. ആ ഒരു കോൺട്രാക്ട് പീരീഡിൽ തന്നെ അത്യാവശ്യം നല്ല ഒരു സാലറി അവർ കൊടുക്കുന്നുണ്ട്. 29,000 പെർ മന്ത് ആണ് ഫസ്റ്റ് ഇയറിൽ അവർ കൊടുക്കുന്ന സാലറി. അതിനുശേഷം 31,000 സെക്കൻഡ് ഇയറിൽ നിങ്ങളുടെ സാലറി കൂടും. 31,000 ആണ് നിങ്ങളുടെ മന്ത്ലി സാലറി വരുന്നത്. ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് അത് അവരുടെ ന്യൂ പെൻഷൻ സ്കീമിലൊക്കെ എലിജിബിൾ ആയിരിക്കും. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു 2 വർഷത്തിൻ്റെ ഉള്ളിൽ, അതായത് ഇതൊരു പെർമനൻറ്റ് പോസ്റ്റിലേക്ക് തന്നെയാണ്. ആ ഒരു 2 ഇയേഴ്സ് നിങ്ങളുടെ പെർഫോമൻസ് നോക്കി അവർ നിങ്ങളെ ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. അതാണ് അവർ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഓൺ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് എ പീരീഡ് ഓഫ് 2 ഇയേഴ്സ് ഓഫ് കോൺട്രാക്ച്വൽ സർവീസ്, appointee shall become eligible for appointment as junior assistant manager grade O in the bank through a selection process that would be conducted by the bank. അതായത് ഇനീഷ്യലി 2 വർഷത്തേക്കാണ് നിങ്ങൾക്ക് ആ ഒരു കോൺട്രാക്ട് വരുന്നത്. ആ ഒരു 2 വർഷത്തിനുള്ളിൽ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സാം, ഈ ബാങ്ക് തന്നെ ഒരു എക്സാം, അതായത് ഈ ഒരു ഇങ്ങനെ കയറിയ എംപ്ലോയീസിന് മാത്രമായിട്ട് ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അത് ക്ലിയർ ആയാൽ നിങ്ങൾക്ക് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടാണ് ഇതിൽ നിയമനം ലഭിക്കുക. On joining the bank services as junior assistant manager, the CTC, അതായത് കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ്, നിങ്ങളുടെ ഒരു ഇയർലി നിങ്ങളുടെ പാക്കേജ് വരുന്നത് 6.14 lakh to 6.50 lakhs ആണ് പെർ ആനം വരുന്നത് അറ്റ് ദ ജോയിനിങ് ടൈം. അത് കാലക്രമേണ ഇൻക്രിമെൻറ്റും വരും. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് അത്യാവശ്യം നല്ലൊരു പാക്കേജ് ജൂനിയർ അസിസ്റ്റന്റ് മാനേജറായി നിയമനം ലഭിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഓൺലൈൻ ടെസ്റ്റ് ആണ് വരിക. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, പ്രീ റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ വരുന്നത്.
ഓൺലൈൻ ടെസ്റ്റ് നമ്മുടെ കേരളത്തിലൊക്കെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. കേരളത്തിൽ എവിടെയാണ് എക്സാം സെൻറ്റേഴ്സ് ഉള്ളത് എന്നും ഞാൻ പറഞ്ഞുതരാം. ആദ്യം എക്സാമിന് എന്തൊക്കെയാണ് ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ലോജിക്കൽ റീസണിങ്, ഡാറ്റ അനാലിസിസ്, ഇന്റർപ്രിറ്റേഷൻ. അത് നോർമൽ ബാങ്കിങ് എക്സാംസിനുള്ള പോലെ തന്നെ ഒരു 60 ചോദ്യങ്ങൾ ഉണ്ടാവും, 60 മാർക്കിന് ഉണ്ടാവും. അങ്ങനെ ഒരു 120 മിനിറ്റ്സിന്റെ ടെസ്റ്റ് ആണ് വരുന്നത്. അതിനുശേഷം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും, ജനറൽ എക്കോണമി, ബാങ്കിങ് അവയർനെസ്, കമ്പ്യൂട്ടർ IT മുതലായ മേഖലയിൽ നിന്ന് 60 ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആകെ മൊത്തം 120 മിനിറ്റ്സ് ഡ്യൂറേഷൻ്റെ ഒരു ടെസ്റ്റ് ആണ് വരുന്നത്. സിലബസ് ഇതാണ് വരുന്നത്. ഇത്രയും പോർഷൻസിൽ നിന്നായിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ ഇതിന് നെഗറ്റീവ് മാർക്സ് ഉണ്ട്, അതുകൂടി നോട്ട് ചെയ്യുക. 1/4 0.25 ഓഫ് ദ മാർക്സ് ആണ് അതിൻ്റെ ഒരു നെഗറ്റീവ് വരുന്നത്. പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ഇത്രയും കാര്യമാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC നോൺ ക്രീമി ലെയർ കാൻഡിഡേറ്റ്സിന് 3 വർഷവും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. പിന്നെ പറയാനുള്ള ഒരു കാര്യം, ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ഒരു ഇമെയിൽ ID, വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഉണ്ടാവണം. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ഇമെയിൽ IDയിലേക്കും മൊബൈൽ നമ്പറിലേക്കായിരിക്കും വരിക. സോ ആൾവേസ് നിങ്ങൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ചെക്ക് ചെയ്യുക. വൺസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കറക്റ്റ് മെയിൽ വരുന്ന ഒരു ഇമെയിൽ ID ആയിരിക്കണം കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫ് കയ്യിൽ വെക്കുക. ഒരു തമ്പ് ഇംപ്രഷൻ ഒരു പേപ്പറിൽ ചെയ്തിട്ട് അത് സ്കാൻ ചെയ്ത് കയ്യിൽ കരുതുക. അതുപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ട്, അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് അതിൻ്റെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വരുന്നത്. ഇത് നോട്ട് ചെയ്യുക. ആവശ്യമുള്ള കാൻഡിഡേറ്റ്സിന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. പിന്നെ പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. SC/ST PWBT കാൻഡിഡേറ്റ്സിനൊക്കെ 250 രൂപയും മറ്റുള്ള കാൻഡിഡേറ്റ്സിന് 1050 രൂപയായിരിക്കും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സ്കാൻ ചെയ്ത് വെക്കേണ്ടതാണ്. അതൊക്കെ സ്കാൻ ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് പോകാനായിട്ട്. സോ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഏത് ഡയമെൻഷനിലായിരിക്കും ഞാനത് സ്കാൻ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങൾ. കാരണം ചിലർ വീട്ടിലിരുന്ന് അപ്ലൈ ചെയ്യുന്നവരായിരിക്കും. സോ ഇതാണ് ഫോട്ടോഗ്രാഫിൻ്റെ ഡയമെൻഷനാണ് അവർ പറയുന്നത്. അതേപോലെ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ്റെ ഒക്കെ സൈസ് കാര്യങ്ങളാണ് അവർ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് സ്ക്രീൻഷോട്ട് ചെയ്ത് ഈ ഒരു ഡയമെൻഷനിൽ, ഈ ഒരു സൈസിൽ സ്കാൻ ചെയ്ത് കൊണ്ടുപോയാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ആവശ്യമുള്ള കാൻഡിഡേറ്റ്സ് ഈ ഒരു പേജ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഇനി നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യുക, ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി അവിടെ പോയി എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കാം. സോ അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. സോ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കി. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡയമെൻഷന് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആണ്. സോ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്ത ഞാൻ പറഞ്ഞു കേരളത്തിൽ എവിടേക്കാണ് എക്സാം സെൻറ്റേഴ്സ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ആലപ്പുഴയിലുണ്ട്, കണ്ണൂരുണ്ട്, കൊച്ചിയുണ്ട്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ മുതലായ ജില്ലകളിലൊക്കെ എക്സാം സെൻറ്റേഴ്സും അവൈലബിൾ ആണ്. സോ എക്സാം എഴുതാനായിട്ട് നമ്മുടെ കേരളത്തിന് പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ IDBI ബാങ്കിലാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. പറയാനുള്ളത് കോൺട്രാക്റ്റിലാണ് എന്ന് കരുതി അപ്ലൈ ചെയ്യാതെ നിൽക്കരുത്. കാരണം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ പറയുന്നുണ്ട്, അതായത് സക്സസ്ഫുൾ ആ ഒരു കോൺട്രാക്ട് പീരീഡ് കംപ്ലീറ്റ് ആയാൽ ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നതായിരിക്കും. അതും ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡിലാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത്. സോ ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലെ ബാങ്ക് ടെസ്റ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി അവരിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.